നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളെ മഴക്കാലപൂർവ്വ ശുചീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയർ ML റോസിയെ തടഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. വിയൂർ ജയിൽ പരിസരത്ത് നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി. കുപ്രസിദ്ധ മോഷ്ടാവ് തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഭാരതപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുതുരുത്തി പടിഞ്ഞാറേ തോപ്പിൽ സുന്ദരൻ മകൻ ആര്യനാണ് മരിച്ചത്. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി കോളനിക്ക് സമീപത്ത് മുപ്ലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരത്ത് നീക്കം ചെയ്യാൻ തീരുമാനം. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൊരട്ടി കോനൂരിൽ കുടുംബ വഴക്കിനെ തുടർന്ന് മുൻ കൊരട്ടി പഞ്ചായത്ത് അംഗം സിന്ധു ജയരാജിന്റെ വീടും കാറും തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുവായ അശ്വിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഴാങ്കല്ലിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. തുമ്പൂർമുഴി പത്തയാറിൽ കാട് കയറുന്നതിനിടെ ആന റോഡിൽ നിലയുറപ്പിച്ചത് വാഹന ഗതാഗതത്തിന് തടസ്സമായി. പുഴയിൽ നിന്നും വെള്ളം കുടിച്ചു പോകുന്ന ആനയാണ് റോഡിൽ നിലയുറപ്പിച്ചത്. കാപ്പ നിയമപ്രകാരം നാട് കടത്തിയ പ്രതി നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിനി കണനാംകുളം സ്വദേശി എറാക്കൽ സൂരജിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴമേഘങ്ങൾ കണ്ടു തുടങ്ങിയതോടെ ജില്ലയിലെ കടലോരം ഭീതിയിലേക്ക്. കടലേറ്റവും വെള്ളക്കെട്ടും പ്രതിരോധിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതാണ് പ്രതിസന്ധിയാവുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കടങ്ങോട് പഞ്ചായത്ത് തല ഉദ്ഘാടനം ആദൂർ ഹെൽത്ത് സെന്ററിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്രകാരി പ്രിയ ഷിബു മാങ്കുറ്റിപ്പാടത്ത് സജ്ജമാക്കിയ ആർട്ട് സ്റ്റുഡിയോ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടാലി ഫാസ്പാടി സംഘടന കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ കുട്ടികൾക്കായി നടത്തുന്ന ത്രിദിന ചിത്രകലാ പരിശീലന ക്യാമ്പിന് കൊടാലി GLP സ്കൂളിൽ തുടക്കമായി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. മഴവിൽ സംഘം SSF എരുമപ്പെട്ടി യൂണിറ്റ് സംഘടിപ്പിച്ച സമർ ചിൽ ലൈഫ് സ്കിൽ ക്യാമ്പ് സമാപിച്ചു. 7 സെക്ഷനുകളായി നടന്ന ക്യാമ്പിൽ മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് MS രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. ചുണ്ടൽ വില്ലേജ് ഓഫീസർ വിൽസൺ ജോസഫ് തെക്കത്തിന് ജോയിന്റ് കൌൺസിൽ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി VJ മുരളി യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത ദിനാഘോഷം തിങ്കളാഴ്ച കൊട്ടേക്കാട് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 2-ന് നടക്കുന്ന സമൂഹ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെങ്കടങ്ങ് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. തൊയ്ക്കാവ് കുരിശുപള്ളിക്ക് സമീപം നടന്ന മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ചാന്ദിനി വേണു നിർവഹിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള എനമാവ് നെഹ്റു പാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മണ്ണ് മാഫിയ സംഘം കയ്യേറ്റം നടത്തിയതായി പരാതി. ഇത് സംബന്ധിച്ച് കാട്ടൂർ പൊഞ്ഞനം സ്വദേശി ശ്രീവത്സൻ ദേവസ്വം ഓഫീസർക്ക് പരാതി നൽകി. എളവള്ളി കണ്ടാളശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റം ചേലൂർ വാഗ റോഡിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2.86 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കാനകളുടെ നിർമ്മാണം പൂർത്തിയായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മച്ചാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യമായി കുടിവെള്ള പരിശോധന നടത്തി. തെക്കുംകര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിശോധന പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമവിലാസം ചവള സൊസൈറ്റി പ്ലാറ്റിനം ജൂബിലി സമ്പൂർണ്ണ വാർഷിക പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NK അശോകൻ പതാക ഉയർത്തി.
അഖിലേന്ത്യാ റെയിൽവേ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്ന അഖിലേന്ത്യാ റെയിൽവേ സമരത്തിന്റെ 50-ാം വാർഷിക സമ്മേളനം മധ്യപ്രദേശ് മുൻ എംഎൽഎ രഘു ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ HMS ടോമി മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെയും മറ്റന്നാളും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. അത്താണി കോഴിക്കുന്നിൽ കാട്ടുപന്നി ഇടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. കോഴിക്കുന്ന് സ്വദേശി 56 വയസ്സുള്ള ആന്റുവാണ് മരിച്ചത്. ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയായിരുന്ന ആന്റുവിനെ കാട്ടുപന്നി വന്നിടിക്കുകയായിരുന്നു. മണ്ണാർക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മരത്തടികളിൽ ഇടിച്ചു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കുതകുളം പാറയമ്പാടത്ത് KSRTC ബസ് റോഡിലെ കുടിയിൽ വീണ ബസ്സിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശികളായ കൊട്ടാരത്തെ വീട്ടിൽ ഉദയന്റെ ഭാര്യ ദീപ, മകൾ അതുല്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ മരത്തിലിടിച്ച അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ മരം റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ ഹോട്ടലിന്റെ ബോർഡും തകർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 640 രൂപ കൂടി 54,720 രൂപയായി. ഗ്രാമിന് 80 രൂപ കൂടി 6,840 രൂപയായി. വടക്കാഞ്ചേരിയിലെ മാലിന്യ സംസ്കരണ രീതികൾ പഠിക്കാൻ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സംഘമെത്തി. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് സന്ദർശനം നടത്തിയത്. എളവള്ളി വാഗ കോലാരി തോടിന്റെ പാർശ്വഭിത്തി കെട്ടി തുടങ്ങി. നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ നഗരസഭാ തല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ PK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. പാഞ്ഞാൾ തോട്ടത്തിൽ മലയിലെ മഹാകിരാത രുദ്രയജ്ഞം നാളെ കൂറവലിക്കൽ ചടങ്ങോടെ സമാപിക്കും. 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വാക്കുകൾ പൂക്കുന്നിടമെന്ന ചേറ്റുവയിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം ചെയ്തു. കവി അങ്ങടിയൂർ ചന്ദ്രശേഖരനും സാംസ്കാരിക പ്രവർത്തകൻ കണ്ണനും ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈശാഖ മാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ സ്പെഷ്യൽ ദർശനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം നിലവിൽ വന്നു. നിയന്ത്രണം വൈശാഖ മാസം അവസാനിക്കുന്ന ജൂൺ 6 വരെ തുടരും. പൊയ്യ പഞ്ചായത്തിൽ ജലനിധി, ജൽജീവൻ മിഷൻ പദ്ധതികൾക്ക് ബദലായി കുടിവെള്ള പദ്ധതി വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.